എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകൻ 50 വർഷം തികച്ചിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ശ്യാം സാർ. 73കളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനം ആരംഭിച്ചത്. ആ കൊല്ലം തന്നെയാണ് ഞാനും എൻ്റെ വയലിൻ കരിയർ ആരംഭിക്കുന്നത്. അപ്പോൾ വയലിൻ ബിറ്റുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കമ്പോസിങ് എനിക്കും എൻ്റെ കൂടെ അന്ന് വോയിസ് ഓഫ് ട്രിച്ചൂരിലുണ്ടായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ജോൺസണും ഞങ്ങളെല്ലാവരും വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് ആ പാട്ടുകൾ, അതുവരയ്ക്കും ഇല്ലാത്തൊരു പ്രത്യേക തരത്തിലുള്ള സംഗീത ശൈലി നമ്മുടെ മലയാളത്തിന് കൊണ്ടുവന്ന ഒരു സംഗീത സംവിധായകൻ. ഉന്മാദം എന്ന് തുടങ്ങുന്ന കാമക്രോധത്തിലെ പാട്ടുകൾ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തിനെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു, ഇതാരാണ് ഈ ശ്യാം. പക്ഷേ 75-76 കാലഘട്ടത്തിൽ ജോൺസണും ഞാനും മദ്രാസിലേക്ക് വരുന്നു, ദേവരാജൻ മാഷ്ട കൂടെ വായിക്കുന്നതിന് വേണ്ടിയിട്ട് റെക്കോർഡിങ്ങുകളിൽ പങ്കെടുക്കാൻ. അവിടെ ജീവിതം ആരംഭിച്ച കാലത്താണ് നമ്മളിതേപോലെ ശ്യാം എന്ന സംഗീത സംവിധായകൻ വളരെ ബിസിയായിട്ട് റെക്കോർഡിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു വയലിനിസ്റ്റ്, ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് റെക്കോർഡിങ്ങുകളിൽ ഞാൻ വയലിൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം ഒരുപാട് മനോഹരമായിട്ടുള്ള മെലഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ശ്രുതിയിൽ നിന്നും അതൊരു പാട്ട് മതി. അദ്ദേഹത്തിൻ്റെ ആ വയലിൻ്റെ ആ ഒരു പ്രത്യേകത. ജോസഫ് സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാളിയായിരുന്നു, പക്ഷേ അദ്ദേഹം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ തമിഴാണ്. അദ്ദേഹമാണത് വായിച്ചിരുന്നത്. അദ്ദേഹം ഇന്ന് നമ്മളോട് കൂടിയില്ല. പിന്നെ ഈ ശ്യാം സാറ് MS വിശ്വനാഥിൻ്റെ പാർട്ടിയിൽ വളരെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നല്ലൊരു വയലിനിസ്റ്റായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് അത് വളരെ സീനിയറാണ് അദ്ദേഹം, അതുകൊണ്ട് നമ്മൾ അദ്ദേഹം വയലിൻ വായിക്കുന്നതൊന്നും അധികം കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വയലിനിസ്റ്റായിട്ട് സംഗീത സംവിധാനം ആരംഭിച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയോട് എനിക്ക് വളരെ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം നല്ല നൊട്ടേഷൻ കാര്യങ്ങളൊക്കെ, അതായത് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഏറ്റവും നന്നായിട്ട് ഏറ്റവും കൂടുതൽ പടങ്ങൾക്ക്, അതായത് വലിയ വലിയ സംവിധായകരുടെ IV ശശി, ജോഷി തുടങ്ങിയ എല്ലാ സംവിധായകരുടെയും പടങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി കാത്തിരിക്കും. ഒരുപക്ഷെ മറ്റുള്ളവർ സംഗീതം പാട്ട് ചെയ്താലും ഇദ്ദേഹം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യും. അപ്പം അത്രയും കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു 50 വർഷം തികയ്ക്കുന്നത് ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന് ഇനിയും ദൈവം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ശ്യാംജിയെ പറ്റി ഓർക്കുമ്പോൾ പഴയ കാലത്ത് കമ്പോസിങ് ഡേയ്സാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. ഇതൊന്നും എൻ്റെ ശ്യാമെല്ലാം കഴിഞ്ഞിട്ട് 2-3 പടമായിട്ടുള്ളൂ. ആ സമയത്ത് സായം സന്ധ്യ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കമ്പോസിങ്ങിനാണ് ഞാൻ ശ്യാംജിയായിട്ട് ഒരു വർക്ക് ഒന്നിച്ച് ചെയ്യുന്നത്. അതിനു മുമ്പ് ശ്യാംജി ഒരുപാട് പാട്ടുകളിലൂടെ, പ്രത്യേകിച്ച് തൃഷ്ണ പോലെയുള്ള പാട്ടുകളിൽ കൂടെ എന്നെ പേഴ്സണലി ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കമ്പോസിഷനും ഇതെല്ലാം. എങ്കിലും ശ്യാംജി വരുമ്പോൾ അന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള മ്യൂസിക് ഡയറക്ടറായിരുന്നു ശ്യാംജി. പക്ഷേ അതുവരെ നമ്മൾ ശീലിച്ച കമ്പോസിങ് രീതികളൊന്നും ആയിരുന്നില്ല ശ്യാംജിയുടെ. കാരണം ശ്യാംജി വരുന്നത് വലിയൊരു ഓർക്കസ്ട്ര ടീമുമായിട്ടാണ്. ഇവർ വന്നിരുന്ന് പാടുന്നത് ഒരു ഗാനമേള കേൾക്കുന്നത് പോലെയാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന ഒരാൾ ഹെവി വലിയ ലോറി എടുത്തിട്ട് നമ്മളുടെ മുൻപിൽ എച്ചെടുക്കാൻ തരുന്നത് പോലെ നമ്മളൊന്ന് ഞെട്ടിച്ചു. അതുമാത്രമല്ല, ശ്യാംജിയുടെ അന്നത്തെ തിരക്കിൽ ഈ കമ്പോസിങ്ങിന് ശ്യാംജി വരുന്നത് തന്നെ രാത്രി 10 മണി കഴിഞ്ഞിട്ടാണ്. രാത്രികളിൽ മാത്രമാണ് കമ്പോസിങ്. അതായത് രാത്രി 10 മണിക്ക് ശേഷം രാവിലെ പാട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്യണം. ഇതിനിടയിൽ നമ്മൾ എഴുതുന്നുണ്ടോ ഇല്ലയോ ഒന്നും ശ്യാംജിയുടെ ഒരു പ്രശ്നമേ അല്ല. കാരണം അതൊരു ഫാക്ടറി പോലെ നടക്കുക. അങ്ങനെയാണ് ഞാൻ ശ്യാംജിയുടെ ആദ്യത്തെ വർക്ക് ചെയ്യുന്നത്. നാച്ചുറലി ഞാനും ശ്യാംജിയും ആദ്യത്തെ വർക്കിൽ തന്നെ ഉടക്കുന്നു. കാരണം നമ്മളിവിടെ എറണാകുളത്ത് പാട്ട് റെക്കോർഡിയൊക്കെ ചെയ്തിരുന്നത് മ്യൂസിക് ഡയറക്ടറൊക്കെ ആയിട്ടിരുന്ന് വളരെ അടുത്ത് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് പാട്ട് ചെയ്തിരുന്നത്.
പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല. നമ്മൾ എന്തെഴുതുന്നു എന്ന് അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവർക്ക് അവരുണ്ടാക്കി തന്നിരിക്കുന്ന ട്യൂണിന് കറക്റ്റായിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നോ ഇതൊന്നും ഇവർ കൺസേൺഡ് അല്ല. സോ ദാസേട്ടൻ്റെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് പൂന്തന്നലെ നീ പറന്നു 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 വാ എന്ന് പറയുന്ന പാട്ട് പാടാനായിട്ട് ദാസേട്ടൻ വന്നു. അപ്പോൾ ഞാൻ ശ്യാംജിയുടെ അടുത്ത് ചോദിച്ചു, എൻ്റെ ചരണത്തിലൊരു ചെറിയ ചേഞ്ച് ഇങ്ങനെ വന്നാൽ. എന്നെ നോക്കിയിട്ട് ശ്യാംജി ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരണേ? ഞാൻ പറഞ്ഞു എറണാകുളത്ത്. അങ്ങോട്ട് എപ്പോഴാണ് തിരിച്ചു വണ്ടി ഉണ്ടാവുക? ഇതാ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ ഈ തുടക്കം എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എഴുതുമ്പോൾ ഒരു തരത്തിലും കോംപ്രമൈസ് വേണ്ട, അവരുടെ ട്യൂണിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ള ഇതിൽ ബാക്കിയുള്ള പാട്ടുകൾ എഴുതി. സായം സന്ധ്യയുടെ പാട്ടുകൾ അന്ന് കുറേ പേരൊക്കെ പാടി നടക്കുകയും കുറച്ച് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത പാട്ടുകളാണ്. എന്തായാലും സുരേഷ് ഗോപി ആദ്യമായിട്ടൊരു സിനിമയിൽ പാടുന്ന പാട്ടും പൂന്തന്നലെ നീ പറന്നു പറന്നായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം യേശുദാസ് ആദ്യമായിട്ട് പാടുന്ന പാട്ടും പൂന്തന്നലെ നീ പറന്നു പറന്നായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന മനുവങ്കിളിലും ശ്യാംജിയായിരുന്നു മ്യൂസിക്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പാട്ടെഴുത്തുകാരൻ എന്നുള്ള കുപ്പായം മാറ്റിവെച്ച് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള എൻ്റെ അധികാരം എടുത്തിട്ട് ശ്യാംജി എടുത്ത് ഞാൻ പറഞ്ഞു, ശ്യാംജി ട്യൂൺ ഇട്ടോളൂ, പക്ഷേ ലിറിക്സ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം അത് ആവശ്യമായിരുന്നു. കാരണം പാട്ടെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ശ്യാംജിയുടെ, പ്രത്യേകിച്ച് മലയാളം അറിയാത്ത ഒരാളുടെ അടുത്ത് നിന്ന് പൊള്ളുന്ന വെയിലല്ലേ വെയിലേറ്റുവാടല്ലേ വന്നീത്തണലിലിരുന്നാട്ടെ ഒരു കിളി ഇരുകിളി മുക്കിളി നാക്കിളി ഓലത്തുമ്പത്താടാൻ വാ എന്ന് പറയുന്ന പാട്ടുണ്ടാവില്ല. പക്ഷേ അപ്പോഴേക്കും ശ്യാംജി നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിനെന്നാ മോനെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ട ട്യൂൺ നമ്മളുടെ എഴുത്തിനനുസരിച്ചിട്ട് ശ്യാംജി മാറ്റി ചെയ്തു. അതായിരുന്നു മനോങ്കിള്ള പാട്ട്. ഇതിനെല്ലാം കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 2-3 മാസം മുൻപ് എന്നെ ശ്യാംജി വിളിച്ചു, മോനെ നീ എനിക്കൊരു പാട്ട് എഴുതി തരുമോ? തരാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ശ്യാംജി എന്തിനാ പൈസ തരണേ? ശ്യാംജി ആ ട്യൂണും കിടായിക്കും. മോനെ നമ്മൾ ഉറങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഉണർന്നിരിപ്പുണ്ട്. ആ ദൈവത്തിന് വേണ്ടിയുള്ള പാട്ടാണ്. എന്നെ സംബന്ധിച്ചോളം ദൈവഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനല്ല, പക്ഷേ ഒരു സിറ്റുവേഷൻ അതെന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ എഴുത്ത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ശ്യാംജി അവസാനം ചെയ്ത് ഇപ്പോൾ ചെയ്ത പാട്ടും ഞാൻ എഴുതി എന്നുള്ള സന്തോഷമുണ്ട്. കുറച്ച് നാൾ മുൻപ് നടൻ അനൂപ് മേനോൻ ഏതോ യാത്രയുടെ ഇടയിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. അവർ യാത്ര ചെയ്യുമ്പോൾ വെച്ചിരിക്കുന്നത് എൻ്റെ പാട്ടാത്രേ. ഞാൻ ചെയ്ത പാട്ട് അനൂപ് മേനോൻ പാടാൻ തുടങ്ങി. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, നാടുവാഴികളിലെ പാട്ട്. ശ്യാംജി തന്നെയാണ് അതിൻ്റെ മ്യൂസിക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനിൽ ഞങ്ങളുടെ കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും പാടി നടക്കുന്ന പാട്ടാണ് രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ.